എന്താമേ? ഇത് ഞാനാടാ വാതിൽ തുറന്നേ. വാതില് തുറക്ക് നന്ദ, വാതില് തുറക്കടാ നന്ദ. ഒന്ന് ഉറങ്ങിപ്പോയതാ. നീ എന്തിനാണ് ഇതിനകത്ത് തന്നെ അടച്ചിരിക്കുന്നത്? പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ. പുറത്തിറങ്ങാനുള്ളൊരു മാനസികാവസ്ഥ വേണ്ട ചേച്ചി. ഈ മുറിയിന്നിപ്പോ വെളിയിൽ പോകാനേ തോന്നുന്നില്ല. എപ്പോഴും വാതിലടച്ച് ഇതിനകത്ത് തന്നെ ഇരിക്കാൻ തോന്നുന്നു. ഈ മുറി ഇരിക്കുമ്പോ ദേവി അടുത്തുള്ളതുപോലൊരു തോന്നൽ. നിന്റെ വിഷമം മനസ്സിലാവുന്നടാ. എല്ലാം ശരിയാവൂന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടതാ. പക്ഷെ കാര്യങ്ങളൊക്കെ വിഷമത്തിലേക്കാ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചേച്ചി? ഡാ, നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ കുഴപ്പത്തിലേക്ക് പോവാ. അച്ഛന്റെ കയ്യിലെ കാശൊക്കെ തീർന്നുകൊണ്ടിരിക്കോ. ഗിരി കുറച്ചു നേരത്തെ എന്നെ വിളിച്ചിരുന്നു. അച്ഛൻ ഗിരിയുടെ വീട്ടിൽ പോയിരുന്നു അത്രേ. എന്തിന്? എന്റെയും ഗിരിയുടെയും കല്യാണക്കാരും പറയാൻ പോയതാ. കല്യാണം അമ്പലത്തിലെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താന്ന് പറഞ്ഞു. അച്ഛന്റെ കയ്യിലെ കാശ് ഏതാണ്ട് കഴിഞ്ഞ അവസ്ഥയാണെന്നാ ഗിരിക്ക് മനസ്സിലായത്. എല്ലാം കൂടെ കേട്ടപ്പോ എനിക്ക് പേടിയാവുന്നടാ. അച്ഛൻ കാര്യങ്ങളൊന്നും നമ്മളെ അറിയിക്കുന്നില്ല. നമ്മളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. പക്ഷേ നമ്മൾ ആ അവസ്ഥ കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നും എന്താ? കമ്പനിയുടെ അവകാശമൊക്കെ ബലരാമനങ്ങൾ എടുത്താലും അത്ര പെട്ടെന്നൊരു കുഴപ്പം നമുക്കുണ്ടാവുമോ? അച്ഛൻ കുറെയൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും, തീർച്ചയാ. ഇല്ല നന്ദ, പറയുന്നത് കേട്ടിട്ട് നമ്മൾ കുഴപ്പത്തിലേക്ക് പോവാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്തും നിന്നോടല്ല അച്ഛൻ തുറന്നു പറയാറ്. നീ അച്ഛനോട് സംസാരിച്ച കാര്യങ്ങൾ അറിയാൻ പറ്റും. ഞാൻ സംസാരിക്കാൻ ചേച്ചി. ചേച്ചി വിഷമിക്കണ്ട. കാര്യങ്ങളുടെ ഒരു വ്യക്തത അറിയാം. ചേച്ചി സമാധാനമായിട്ട് വയ്ക്കോ. ഒരു കണക്കിന് ദേവിക ഇവിടെ ഇല്ലാത്തത് നന്നായി. പ്രതാപത്തിൽ നിന്നിരുന്ന നമ്മുടെ കുടുംബം ഇങ്ങനെ താണു പോണത് അവൾക്ക് നേരിട്ട് കാണേണ്ട അവസ്ഥ വന്നില്ലല്ലോ. അവളെക്കുറിച്ച് ഓർക്കുമ്പോ ഹൃദയം പൊടിയോ. പിന്നിപ്പോ പല കാര്യങ്ങളും മനഃപൂർവ്വമായിട്ട് ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങ് ജീവിച്ചു പോവുക. ഇപ്പൊ അത്രയുള്ളൂ മനസ്സില്. ശരി, അച്ഛനോട് നീ സംസാരിക്കണം. ശരി ചേച്ചി. ആ, നിന്റെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ഇങ്ങെടുത്തേ. എന്തിന്? ചേച്ചി ഞാൻ ചെയ്തോളാം. എന്തിനാടാ? അങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ ചെയ്തോളാം. വേണ്ട ചേച്ചി. ചേച്ചി ഞാൻ ഇത് ദേവികയുടെ ഡ്രസ്സല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നേ?
അത് ചേച്ചി, പറയടാ, ഇതെങ്ങനെ ഇവിടെ വന്നേന്ന്? സത്യം പറഞ്ഞ അവളെ കാണാതിരിക്കുന്ന എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാ. ചേച്ചിക്ക് അറിയാലോ. അവളുടെ ഓർമ്മകൾ കിട്ടാൻ എന്തെങ്കിലും വേണ്ടേ? അതുകൊണ്ടാ ഞാൻ അതിനുവേണ്ടി എടുത്തതാ. അതിതാ, എന്താ നന്ദ ഇത്? ചേച്ചി, എന്റെ ദേവി. നീ സമാധാനായിട്ടിരിക്കെ, എല്ലാം ശരിയാവും. രജനി ചേച്ചി പറയുന്ന കേട്ടിട്ട് പേടിയാവുന്ന നന്ദു. നമ്മുടെ കുടുംബം കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവാണല്ലോ. നീ വിഷമിക്കണ്ട, ഞാൻ അച്ഛനോട് സാവകാശമൊക്കെ സംസാരിക്കാം. സാമ്പത്തികാവസ്ഥ കുറച്ചൊക്കെ മോശം തന്നെയാ. നോക്കാം നമുക്ക്. എങ്ങനെ 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 സിദ്ധാർത്ഥ് എന്താ പറഞ്ഞേ? തോറ്റുപോയ മനുഷ്യൻ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? മതി 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 മതി. അവൻ അങ്ങനെ പറയുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചില്ലല്ലോ ദൈവമേ. കണ്ടിരുന്നെങ്കില് എന്റെ മോള് മരിച്ച ദുഃഖം ഞാൻ കുറച്ച് നേരത്തെ മറന്നേനെ. അല്ല ചന്ദ്രേ, പ്രകാശ് പറഞ്ഞത് കേട്ടില്ലേ? രജനിയുടെ കല്യാണം ആർഭാടമായിട്ട് നടത്താനുള്ള അവസ്ഥ ഇപ്പൊ ചന്ദ്രത്തില്ലെന്ന്. അല്ല, അമ്പലത്തിലോ രജിസ്റ്റർ ഓഫീസിലോ വെച്ച് നടത്തിയ പോരെന്ന്. ഓ പ്രകാശേ, ഈ ജീവിത സാഫല്യം എന്നൊക്കെ പറയാറില്ലേ? അതെന്താണെന്ന് ദാ ഇപ്പോ ഈ നിമിഷം ഞാൻ അറിയാം. മനസ്സിൽ ആഗ്രഹിച്ചത് നടത്താൻ കഴിഞ്ഞു. അതിനപ്പുറം എന്താ വേണ്ടേ? ഈ ജന്മം സഫലം. പക്ഷെ സാർ, അദ്ദേഹത്തിന്റെ രൂപവും ഭാവമൊക്കെ കണ്ട് വിഷമം തോന്നി. ആകെ വല്ലാതിരിക്കുക. പ്രകാശ് അങ്ങനെ സഹതാപമൊന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അഥവാ അങ്ങനെ ഒരു അലിവ് വരികയാണെങ്കിൽ പ്രകാശ് വരച്ച എന്റെ മോളുടെ ഫോട്ടോയിലേക്കൊന്ന് നോക്കിയാ മതി. അപ്പൊ ദേ ഞങ്ങളോടാവും. ബാലു പറയുന്നത് നേരാ പ്രകാശ്. എന്റെ മനസ്സും കല്ലായി കഴിഞ്ഞു. മീരമോളുടെ ജീവൻ എടുത്തതിന് ചന്ദ്രോത്തുകാർ അവരുടെ ജീവിതം കൊണ്ട് ഉത്തരം പറയണം. സാറിന്റെ മേഡത്തിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സിദ്ധാർത്ഥൻ സാറ് പോയി കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഗിരിയേട്ടനുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഗിരിയോട് പറ ഇനി ആ വീടുമായിട്ടൊരു ബന്ധവും വേണ്ടാന്ന്.
വേറെ കല്യാണം നോക്കാൻ പറ. ചന്ദ്രോത്തുകാരെ കരയുന്നത് കണ്ട് പ്രകാശ് എന്നോട് ഇങ്ങനെ ഒരു അപേക്ഷയായിട്ട് വരാൻ പാടില്ലായിരുന്നു. പ്രകാശ് വന്നാലും ഒരു പരിഗണനയും ഞാൻ ചന്ദ്രോത്തുകാർക്ക് കൊടുക്കില്ല. അങ്ങനെ ഒരു ഔദാര്യം ഞാൻ ഒരിക്കലും അഭ്യർത്ഥിക്കില്ല സർ. സാറും മേഡവും അനുഭവിച്ച വേദനയ്ക്ക് ഒരു പ്രതികാരവും അധികമാവില്ല. ദേവിക ഇതുവരെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലേ? അവളും മാളത്തിന്ന് പുറത്തു വരും. ചന്ദ്രോത്തുകാര് തിരുവാധാരമായി എന്നറിയുമ്പോ അവൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല. വൈകാതെ ഞാൻ CM നേരിട്ട് കാണുന്നുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് വസുന്ധരയെ ഞാൻ നേരിട്ടൊന്ന് വിളിപ്പിക്കുന്നുണ്ട്. എന്താ അവൾക്ക് പറയാനുള്ളതെന്ന് ഞാനൊന്നറിയട്ടെ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാഡം, ഞങ്ങൾ KK ഫിനാൻസിൽ നിന്നാണ് വരുന്നത്. ഇവിടെയുള്ള കാറുകൾ കൊണ്ടുപോകാനാണ് വന്നത്. ഈ ചന്ദ്രോത്ത വണ്ടികൾ നിങ്ങൾ കൊണ്ടുപോവോ? എന്നാലും ഒന്ന് കാണണമല്ലോ. 1 മണിക്കൂറിനുള്ളിൽ കുടിശ്ശികകൾ സെറ്റിൽ ചെയ്താൽ കാറുകൾ ഇവിടെ കിടക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ കാറുകൾ നിങ്ങൾ കൊണ്ടുപോവോ? ഓ, സംശയം എന്താ മാഡം, കൊണ്ടുപോകും. കമ്പനി അക്കൗണ്ടിലേതാണ് വണ്ടികൾ. നിങ്ങൾ ബലരാമനോട് പോയി ചോദിക്കേ. വണ്ടികളുടെ EMI കമ്പനിയിൽ നിന്നും കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ന്യായമൊന്നും പറയണ്ട. ഡ്യൂസ് വീട്ടേണ്ടത് സിദ്ധാർത്ഥൻ സാറാ. അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടികൾ കൊണ്ടുപോകും. പ്രഭാവതി ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ബലമായിട്ട് കൊണ്ടുപോവോ? അതിനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? എന്നാൽ അതൊന്നും അറിയണം. എന്താ മേ? നന്ദ, ഇവര് നമ്മുടെ വാഹനങ്ങൾ സീസ് ചെയ്യാൻ പോവാ. സാർ ഇത് നോക്കണം. ദാ, ഇതെല്ലാം കാറുകളുടെ ഡ്യൂസാ. ദാ, എല്ലാ കാറുകളും ഡ്യൂസാ. ഇപ്പൊ അടച്ച സീനുണ്ടാവില്ല. ഇല്ലെങ്കിൽ വണ്ടികളെല്ലാം പൊക്കിക്കൊണ്ടുപോകും. ധൈര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാറിലൊന്ന് തൊട്ട് നോക്ക്. അപ്പൊ അറിയാം പ്രഭാവതി ആരാണെന്ന്. അമ്മേ പ്ലീസ്. ചേട്ടാ, അച്ഛനോടൊന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ട്. പറ്റില്ല, ഞങ്ങൾക്ക് സമയമില്ല. എന്താ? ഫിനാൻസിൽ നിന്ന് വന്ന് നിൽക്കുക വണ്ടി കൊണ്ടുപോവാൻ. ബലരാമനോട് ചെന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞു. അതിലൊന്നും കാര്യമില്ല. സാറേ, ഇതാ ഡ്യൂസ് വന്നതിന്റെ ലിസ്റ്റാ. കുടിശ്ശിക വന്നതും വരുത്തിയവരാരാണെന്നൊക്കെ അറിയാം. കാര്യമില്ലെന്നറിയാം. എന്നാലും ചോദിക്കാം. എനിക്ക് ഒരു 2 മാസത്തെ സാവകാശം തരാം. സാറേ, ഞങ്ങള് നന്ദ, കാറുകളിലെ ചാവി എടുത്തു കൊടുക്കും. അച്ഛാ, അത് എടുത്ത് കൊടുക്ക്. സിദ്ധു, എന്താ സിദ്ധു ഇത്? ഞാൻ സമ്മതിക്കില്ല. നമുക്ക് അത്രയ്ക്ക് ഗതികേടാണോ? സിദ്ധു, ഇല്ല, പറ്റില്ല. പ്ലീസ് കൊടുക്കരുത്. പ്രഭ, ഇവര് പോയി കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. അത് മതി. അച്ഛാ, കൊടുത്തേക്ക്.
XML സിദ്ധാർത്ഥന്റെ വണ്ടിയുടെ ചാവി. കൊണ്ടുപോ. ചന്ദ്ര ദാ ദാ സോറി സാർ. സോറി സാർ. നിങ്ങൾ നിങ്ങളുടെ ജോലി. ആ വണ്ടി എടുക്ക്. ചന്ദ്ര വണ്ടി എടുത്തോ. അച്ഛാ, അച്ഛാ, ഇതെന്തു പറ്റി? നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇത്രയ്ക്ക് മോശമായ? അച്ഛൻ ഒരു സൂചന പോലും തന്നില്ലായിരുന്നു. എന്താ അച്ഛാ സംഭവിക്കുന്നേ? എല്ലായ്പ്പോഴും ഒരുപോലെ ആവില്ലല്ലോ മോനെ. എത്ര വലിയ ദുരന്തങ്ങൾ വന്നാലും അതിനെ തന്റെ ഇടത്തോടെ നേരിടണ്ടേ? എന്നാലും ഇതിപ്പോ വേണ്ടടാ, സങ്കടപ്പെടാൻ പാകത്തിന് ചന്ദ്രോത്തൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കണ്ട. നീ ചെല്ല്. ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് കൂട്ടിയാ മതി. അവസാനം ഈ കാഴ്ചയും കാണേണ്ടി വന്നല്ലോ സിദ്ധു. ബലരാമൻ ഈ വീട് കുളം തോണ്ടുമെന്ന് പറഞ്ഞു. അതയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നും ആയില്ല പ്രഭ. ബലരാമന്റെ മനസ്സിലെ പകയ്ക്ക് പരിഹാരമാവാൻ ഇതൊന്നും ചെയ്താ പോരാ. സ്വന്തം മകളെ കൊന്നവരുടെ വീടല്ലേ ഇത്. ഈ കുടുംബം നശിച്ച് നരയിക്കുന്നത് കാണാൻ അയാൾ എന്തും ചെയ്യും. അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഒക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മേ, എല്ലാം കൈവിട്ടു പോകണമെന്ന് തോന്നുന്നു. അച്ഛൻ നമ്മൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഗിരീഷേട്ടന്റെ ആശയങ്ങളൊക്കെ നല്ലതാ. പക്ഷേ ചില കാര്യങ്ങളിൽ ചിന്തിക്കണം. ഒന്നുമല്ല, സിദ്ധാർത്ഥൻ സാറിന്റെ കുടുംബമായിട്ടൊരു ബന്ധം വേണമെന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. കാരണം അല്ല, അവിടുത്തെ അവസ്ഥ അറിയാലോ. സമൂഹത്തിൽ ആകെ ഒറ്റപ്പെട്ട് നിൽക്കുക അവരിപ്പോ. മീരയുടെ കൊലപാതകി ആ വീട്ടിൽ തന്നെയാണെന്ന് ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് മീരയുടെ കൊലപാതകി ചന്ദ്രോത്തുണ്ടെന്ന് നാട്ടുകാർ കരുതുന്നു. അല്ല, തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എടാ, പണ്ട് ഭൂമി പരന്നാണ് ഇരിക്കുന്നതെന്ന് ഇതേ നാട്ടുകാർ വിശ്വസിച്ചിരുന്നില്ലേ? സൂര്യൻ ഭൂമിയെ ചുറ്റാണെന്ന് വിശ്വസിച്ചിരുന്നു. സത്യം പിന്നെ മനസ്സിലായില്ലേ? ഗിരീഷേട്ടാ,
നാട്ടുകാർ അകലം പാലിച്ച വീടല്ലേ ഇത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.